John chapter 13 verse 35. നിങ്ങൾക്ക് തമ്മിൽ തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും എൻ്റെ ശിഷ്യന്മാർ എന്ന് എല്ലാവരും അറിയും. സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ വർഷം ഇപ്രകാരം ക്ലാസ്സുകൾ നടത്തത്തക്കവണ്ണം നീ നൽകി തന്ന സകല സാഹചര്യങ്ങൾക്കായും നന്ദിയോടെ സ്തോത്രം. അതിനുവേണ്ടി അധ്വാനിച്ച എല്ലാ നിൻ്റെ കർത്താവിൻ്റെ ദാസന്മാർക്കായും സ്തോത്രം. ഞങ്ങൾക്ക് വേണ്ടി ആഹാരം ഒരുക്കി തരുവാനും ഞങ്ങളുടെ താമസത്തിന് വേണ്ടി സ്ഥലങ്ങൾ തരുവാനും ഇതുപോലെ ഇവിടെ മീറ്റിംഗ് നടത്തത്തവണ ഈ ഹാളും പരിസരങ്ങളും മേടിപ്പാനും പന്തലിടുവാനും മൈക്ക് സെറ്റ് അങ്ങനെയുള്ള തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഞങ്ങളെ വാഹനത്തിൽ യാത്ര ചെയ്യുവാനായി ഞങ്ങളെ എപ്പോഴും വരികയും കൊണ്ടുവരികയും പോവുകയും ചെയ്ത എല്ലാ നിൻ്റെ ദൈവദാസന്മാർക്കും ഞങ്ങൾ നിനക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നിൻ്റെ സ്നേഹത്താൽ കെട്ടപ്പെട്ടവരായി ഞങ്ങൾക്ക് ഇനി അധ്വാനിപ്പാനൊരു അവസരം നീ തന്നല്ലോ. കർത്താവേ, ഈ ക്ലാസ്സിൻ്റെ ഒടുവിലത്തെ ക്ലാസ്സിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചിരിക്കുന്നു. നിൻ്റെ വചനം നീ ഇന്ന് ഞങ്ങളെ അറിയിക്കുവാൻ ആഗ്രഹിക്കുന്നത് ഞങ്ങളെ അറിയിക്കണമേ. കർത്താവേ, നിൻ്റെ ശരീരമാകുന്ന സഭ പൂർണ്ണമായി ഒരുക്കപ്പെടുവാൻ നീ കൃപ ചെയ്യണമേ. യേശുവിൻ്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ. കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോട് കഴിഞ്ഞ രാത്രിയിൽ പറയുവാനിടയായി, നാം ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളാകുന്നു. ആ വിഷയങ്ങളാണല്ലോ ഈ ദിവസങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഇന്നലെ ഞാൻ പ്രത്യേകിച്ച് അസ്ഥി കഷ്ണങ്ങൾ അല്ലെങ്കിൽ കമ്പ് ചില തടി കഷ്ണങ്ങളെല്ലാം ഇവിടെ നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് ഇങ്ങനെ തടി കഷ്ണങ്ങളായി വേറെ വേറെ ഇരുന്നാൽ മാത്രം പോരാ, അതെല്ലാം ശരീരത്തിൻ്റെ അംഗമായി തീരണം എന്നുള്ള വിഷയം പഠിപ്പിക്കുവാൻ കർത്താവ് ഇടയാക്കി. അപ്പോൾ അതിൽ അങ്ങനെ നാം ഓരോരുത്തരും ശരീരത്തിൻ്റെ അംഗമായി തീരുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം നമ്മിലെല്ലാവരും വ്യാപിക്കും. നാം ഈ പ്രാവശ്യം പഠിച്ചതിൽ പ്രധാനമായത് സ്നേഹത്തിൽ വേരൂന്നുക. കർത്താവിൻ്റെ ശരീരമാകുന്ന സഭയിലുള്ള ഓരോരുത്തരും തമ്മിൽ തമ്മിൽ കരുതുന്നവരായും നമുക്ക് ഓരോരുത്തർക്കും തമ്മിൽ ആവശ്യമുള്ളവരായി ഇരിക്കുകയാണ്. ഇവിടെ നാം IPCയിൽ സംബന്ധിക്കുന്നവരുണ്ട്, ഷാരോനിലുള്ളവരുണ്ട്, അസംബ്ലീസ് ഓഫ് ഗോഡ്, ചർച്ച് ഓഫ് ഗോഡ്, ഇൻഡിപെൻഡൻ്റ്, അങ്ങനെ ഉപദേശ ഐക്യമുള്ള അനേക സഭയിൽപ്പെട്ട നാം എല്ലാവരും ഇവിടെ ഇരിക്കുമ്പോൾ നാം എല്ലാവരും ചേർന്ന് ഒരു ശരീരമാണ് എന്നാണല്ലോ നാം കഴിഞ്ഞ ദിവസം ഇവിടെ പഠിച്ചുകൊണ്ടിരുന്നത്. തൃശ്ശൂരിൽ കർത്താവിൻ്റെ ഒരു ശരീരം മാത്രം. ഹല്ലേലൂയ. അതിനുവേണ്ടിയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു, നമ്മളെ അതിനുവേണ്ടിയാണ് ആ ശരീരമായി തീരുവാനാണ് നാം ആത്മാവിനെ പാനം ചെയ്തുകൊണ്ടിരുന്നത്. സ്നാനപ്പെട്ടത് ആ ശരീരത്തിൻ്റെ അംഗമായി തീരുവാനാണ്. അപ്പോൾ പലപ്പോഴും നമ്മുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾ ഇരിക്കുന്നത് കൊണ്ട് നാം നമ്മളെ തന്നെ താഴ്ത്തി ഒരുക്കി ആ ക്രിസ്തുവിൻ്റെ ശരീരമായി തീരുവാൻ നാം ഒരുങ്ങുന്നില്ല. ഇന്നലെ ഞാനത് നിങ്ങളെ പഠിപ്പിച്ചുവെങ്കിലും വീണ്ടും ഇന്നലെ വരാതിരുന്ന പ്രിയപ്പെട്ട ചിലർ ഇവിടെ കൂടെ കടന്നു വന്നിരിക്കുന്നത് കൊണ്ട് ഞാനൊന്ന് പെട്ടെന്ന് ഓർപ്പിച്ചു പോകട്ടെ. ഈ അസ്ഥിപഞ്ജരത്തെ കാണിച്ചിരിക്കുന്നത് ക്രിസ്തുവിൻ്റെ ശരീരമായിരിക്കുന്ന നമ്മെ ഓരോരുത്തരെ പ്രത്യേകമായി മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ ഈ കൈക്ക് എത്ര അസ്ഥികളുണ്ട്. ഈ വിരലുകളിന് നമ്മുടെ ഓരോ വിരൽ തന്നെ നമ്മൾ നോക്കിയാൽ 3 അസ്ഥി കഷ്ണങ്ങൾ ചേർന്നാണ് ഒരു വിരലുണ്ടാകുന്നത്. അപ്പോൾ ഇതുപോലെ ഈ അസ്ഥികൾ തമ്മിൽ ചേർന്നിരിക്കുന്നത് പോലെയാണ് ദൈവസഭയിലായിരിക്കുന്ന നാം ഓരോരുത്തരും. ഓരോ അസ്ഥിക്കും അവരവരുടേതായ സ്ഥാനമുണ്ട്. ഇതിനകത്ത് സ്പെയറായിട്ട് ഒരു അസ്ഥിയുമില്ല. എല്ലാം ഓരോ അസ്ഥിയോട് ചേർന്നവരായി. അങ്ങനെ ഇത് ശരീരത്തിലുണ്ടായ ആത്മീയ രോഗം, അതിനെക്കുറിച്ച് പഠിപ്പിക്കാനുള്ള സമയമുണ്ടായില്ല. ഇവിടെ നാം വായിക്കുന്നത് ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭ, കർത്താവാകുന്ന യേശു ക്രിസ്തു തലയായി നിൽക്കുന്നു, നാം ശരീരം. അതുപോലെ എബ്രായ ലേഖനത്തിൽ വായിക്കുന്നത് പോലെ ശത്രുവിൻ്റെ അവൻ്റെ കാൽക്കീഴി ആയിക്കോളം കർത്താവ് കാത്തിരിക്കുന്നു. അപ്പോൾ കർത്താവിൻ്റെ ശരീരത്തിൻ്റെ കാൽ ആരാണ്? നാം ഓരോരുത്തരാണ്, നമ്മുടെ ശരീരം. അപ്പോൾ നാം ഒന്നായി നിന്നാൽ ശത്രുവിനെ നമ്മുടെ കാൽക്കീഴിയാക്കുവാൻ കഴിയും. അതിനുവേണ്ടി കർത്താവ് കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ഒടുവിലത്തെ കാലത്ത് ആദിമകാലത്തിനേക്കാൾ അപ്പുറമായി
ദൈവസ്നേഹം വ്യാപരിക്കാനുള്ള സമയമായിരിക്കുകയാണ്. അതിൻ്റെ പ്രവർത്തനം കർത്താവ് ആരംഭിച്ചിരിക്കുകയാണ്. കർത്താവ് എന്നോട് പറഞ്ഞു, ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ, കർത്താവെ ഏത് വചനമാണ് നിൻ്റെ മക്കളെ പഠിപ്പിക്കേണ്ടതെന്ന് പറഞ്ഞപ്പോൾ കർത്താവ് ഈ വചനമാണ് എന്നോട് പറഞ്ഞത്, പോയി തൃശ്ശൂരിൽ പഠിപ്പിക്കുക. അത് പഠിപ്പിക്കുവാൻ കർത്താവ് ഇടയാക്കി. ഇപ്പോൾ നമ്മൾ സഭാ ശുശ്രൂഷകന്മാരും അല്ലെങ്കിൽ മറ്റുള്ളവരും പുറമേ സ്നേഹം കാണിക്കുന്നെങ്കിലും ഉള്ളിൽ അല്പം എന്തെങ്കിലും കയ്പുകളോ വെറുപ്പുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറിപ്പോയി യഥാർത്ഥ ശരീരം വെളിപ്പെടാൻ പോവുകയാണ്. കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും. ഹല്ലേലൂയ. അപ്പോൾ മാർക്കറ്റിൽ വെച്ച് ഒരു അസംബ്ലീസ് ഓഫ് ഗോഡിലുള്ള കർത്താവിൻ്റെ ദാസൻ, അല്ലെങ്കിൽ അസംബ്ലീസ് ഗോഡിലൊരു വിശ്വാസി, ചർച്ച് ഓഫ് ഗോഡിലൊരു വിശ്വാസിയെ കണ്ടു, അല്ലെങ്കിൽ IPCയിൽ വിശ്വാസിയെ കണ്ടു. ആ സ്നേഹത്താൽ അടുത്ത അസ്ഥി എന്ന് മനസ്സിലാക്കി അറിയാതെ സ്നേഹം പകരപ്പെടും. കർത്താവിന് സ്തോത്രം. അന്നേരം ചോദിക്കുന്നത്, നീ ചർച്ച് ഓഫ് ഗോഡാണോ അസംബ്ലീസ് ഓഫ് ഗോഡുകാരനാണോ? ഒന്നല്ല. നാം എല്ലാവരും ഒരു ശരീരമായി തീർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങോന്യമുള്ള പിണക്കുകളും വഴക്കുകളും അസൂയകളും പാർട്ടി പിടുത്തങ്ങളൊക്കെ അതിൻ്റെ സമയങ്ങളൊക്കെ തീർന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഈ കതിരായുള്ളവർ ചിലപ്പോൾ ഇതിനടുത്ത് പിടിച്ചുകൊണ്ട് നടക്കും. അത് നിങ്ങൾ കതിരായിട്ടിരിക്കുന്നവർക്ക് അവർക്ക് ആളിനെ കൂട്ടിയേ ഒക്കുകയുള്ളൂ. അവരുടെ പാർട്ടിയുടെ കാര്യം പറയുമെങ്കിലും ദൈവമക്കൾ ഉള്ളിൽ സ്നേഹമുള്ളവരായി, ആകർഷിക്കപ്പെട്ടവരായി. ഹല്ലേലൂയ. അങ്ങനെ നിങ്ങൾ കാണുന്നില്ലേ? ഓരോരോ സഭകളിലുള്ള, നിങ്ങൾ തന്നെ പറഞ്ഞാട്ട്, ഓരോരോ സഭകളിലുള്ളവർ ചിലർ പതിരായിട്ടുള്ളവർ അവരുടെ സഭാ സ്പിരിറ്റ് കൊണ്ട് നിൽക്കുമ്പോൾ ദൈവമക്കളാകുന്നവർ അന്യോന്യം, അത് IPC ആയാലും ഷാരോൻ ആയാലും ചർച്ച് ഓഫ് ഗോഡ് ആയാലും അന്യോന്യം എത്ര സ്നേഹത്തോടെയാണ് ആത്മാവിനാൽ ആകർഷിക്കപ്പെട്ട് മുൻപോട്ട് പോകുന്നത്. അപ്പോൾ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭ നാം വെളിപ്പെടാൻ പോവുകയാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ പഠിപ്പിച്ചതായ അനേക ഭാഗങ്ങൾ പഠിച്ചു. എന്നാൽ പെട്ടെന്ന് ബാക്കിയുള്ളതായ ഒരു ഭാഗം കൂടെ നമുക്ക് നോക്കാം. 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിലേക്ക് നമുക്ക് വരാം. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഭാഗമാണ്. നിങ്ങൾ പറയും, ഞങ്ങൾ സൺഡേ സ്കൂൾ സമയം മുതൽ ഇത് മനപ്പാഠം പഠിച്ചിട്ടുള്ളതാണെന്ന് പറയാം. ഞാനും ഇത് അങ്ങനെ സൺഡേ സ്കൂൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ 1 കൊരിന്ത്യർ 13-ാം അധ്യായം പഠിച്ചതാണ്. എനിക്ക് വളരെ സന്തോഷമുള്ളതായ ഒരു ഭാഗമാണ് 1 കൊരിന്ത്യർ 13-ാം അധ്യായം. അതിൻ്റെ 1 കൊരിന്ത്യർ 13-ാം അധ്യായം നമുക്ക് ആരംഭമായിട്ടൊന്ന് വായിക്കാം. ആരെങ്കിലും ഒരാൾ ഓരോരോ വാക്യമായി വായിച്ചാലും. നെക്സ്റ്റ്. സ്നേഹമില്ലെങ്കിൽ ഞാൻ ഏതുമില്ല. ഇവിടെ പറയുന്നത്, ഞാൻ 3 സ്നേഹത്തെക്കുറിച്ച് നേരത്തെ പഠിപ്പിച്ചുവല്ലോ. ഇറോസ്, അതുപോലെ ഫിലേയോ, അതുപോലെ അഗാപ്പെ. ഈ കഴിഞ്ഞ ക്ലാസ്സുകൾക്ക് വരുവാൻ കഴിയാതിരുന്നവർ സഹോദരന്മാരോട് CD വാങ്ങിച്ചാൽ നിങ്ങൾക്കത് ആഴമായി നിങ്ങളുടെ വീട്ടിലിരുന്ന് പഠിപ്പാൻ കഴിയും. അത് നിങ്ങളുടെ ആത്മീയ ജീവിതത്തിന് വളരെ അനുഗ്രഹകരമായിരിക്കും. അതിന് കീഴ്പ്പെട്ടത് വായിച്ചാൽ 3-ാമത്തെ വാക്യം. സ്നേഹമില്ല എങ്കിൽ എനിക്കൊരു പ്രയോജനവുമില്ല. ഇവിടെ അല്പം പറയാൻ ആഗ്രഹിക്കുന്നു. സ്നേഹം എന്ത് ചെയ്യുന്നു? ദീർഘമായി ക്ഷമിക്കുന്നു. സ്തോത്രം. ഇത് സഹോദരന്മാർ തമ്മിലുള്ള കാര്യമാണ് പറയുന്നത്. ഒരു സഹോദരൻ, കർത്താവ് പറഞ്ഞു, നിന്റെ സഹോദരൻ നിന്നോട് തെറ്റ് ചെയ്താൽ എത്ര പ്രാവശ്യം ക്ഷമിക്കണം? 70 വട്ടം. എത്ര? 1 വർഷമോ ഒരു ജീവമൂലമോ? ഒരു ദിവസം 770. 770 ആകുമ്പോൾ എത്ര പ്രാവശ്യമായി? 490 490. ഒരു ദിവസത്തെ നമ്മുടെ വർക്കിംഗ് അവേഴ്സ് എത്ര മണിക്കൂറാണ്? 8 മണിക്കൂർ. 8 മണിക്കൂറിന് എത്ര മിനിറ്റ് ഉണ്ട്? 6-40 450 മിനിറ്റ് ഉണ്ട്. 450 മിനിറ്റിനുള്ളിൽ എത്ര പ്രാവശ്യം ക്ഷമിക്കണം? 490. അപ്പോൾ ഈ ക്ഷമിക്കുക എന്നുള്ളത് ഫുൾ ടൈം വർക്കാണ്. അപ്പോൾ ഒരു സഹോദരൻ നമ്മോട് വന്ന് തെറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ നാം അവനെ ക്ഷമിപ്പാൻ, അവനോട് ക്ഷമിക്കുവാൻ കഴിവുള്ളവരായിരിക്കണം. ഹല്ലേലൂയ. ഉദാഹരണമായി, നമ്മുടെ കാൽ നമ്മുടെ ശരീരത്തിനൊരു അംഗമാണല്ലോ. നടന്നു പോകുമ്പോൾ
സാധാരണ ഇപ്പോൾ രാവിലെ നടന്ന് കുറച്ച് നടക്കുമ്പോൾ ഏതെങ്കിലും പശു ചാണകമോ അല്ലെങ്കിൽ ചള്ളയിലോ കാല് പോവും. ഉടനെ നമ്മൾ വന്നിട്ട് വഴക്ക് പറഞ്ഞിട്ടാണോ അതിനെ കഴുകുന്നത്? അല്ല. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് പിന്നെയും പോകുമ്പോൾ പിന്നെയും ആകും. അപ്പോൾ ഇത് എപ്പോഴും നിൻ്റെ ജോലി ഇത് തന്നെയാണോ എന്ന് പറഞ്ഞ് നമ്മളതിനെ എന്തു ചെയ്യുക? വഴക്ക് പറഞ്ഞ് മാറ്റി വയ്ക്കുന്ന അല്ല. എത്ര പ്രാവശ്യം കാലിൽ അഴുക്ക് വന്നാലും നമ്മൾ എന്തു ചെയ്യുന്നു? കഴുകി ശുദ്ധീകരിക്കുന്നു. അതുപോലെ നമ്മുടെ കൂട്ടു സഹോദരൻ, നമ്മളെ സ്നേഹിക്കുന്ന കൂട്ടു സഹോദരൻ അറിയാതെ അവന് തെറ്റ് വന്ന് അവൻ എത്ര പ്രാവശ്യം പറഞ്ഞാലും സ്നേഹം നമ്മുടെ ഉള്ളിൽ വസിക്കുന്നതുകൊണ്ട് നാം അവരോട് ക്ഷമിക്കാൻ ഒരുക്കമുള്ളവരായിരിക്കണം. നമ്മുടെ കർത്താവ് നമ്മുടെ എത്രയോ തെറ്റുകളെ ക്ഷമിച്ചിരിക്കുമ്പോൾ നമ്മുടെ കൂട്ടു സഹോദരന്മാരാകുന്നവർ അത് മറ്റേ സംഘടനയിലുള്ളവരായിരുന്നാലും കൊള്ളാം, എത്ര ദീർഘക്ഷമ കാണിക്കണം. ഹല്ലേലൂയ. സ്നേഹം നിറഞ്ഞു കഴിയുമ്പോൾ ദീർഘക്ഷമ. എത്ര ആഴമേറിയ എത്ര തെറ്റ് ചെയ്താലും അപ്പോൾ നിങ്ങളുടെ സഹോദരന് നിങ്ങളെക്കുറിച്ചൊരു ബഹുമാനമുണ്ട്. ഞാൻ തെറ്റ് ചെയ്തിട്ട് എൻ്റെ സഹോദരൻ്റെ അടുക്കൽ പോയാൽ എന്നെ കഴുകി ശുദ്ധനാക്കും. ഹല്ലേലൂയ. അങ്ങനെ ദിനംതോറും സ്നേഹം വർദ്ധിക്കും. എന്നാൽ ഇന്ന് ചിലർ അറിയാതെ ചെയ്തു പോകുന്നത് സാത്താൻ്റെ പണിയാണ് ചെയ്യുന്നത്. സാത്താൻ്റെ പണി എന്താണ്? മറ്റുള്ളവരെ കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുക. അത് സാത്താൻ്റെ പണിയാണ്. തൻ്റെ ദാസന്മാരെ രാപ്പകൽ കുറ്റം ചുമത്തുന്ന പരിപാടി ആരുടെയാണ്? സാത്താൻ്റെ. അങ്ങനെ വല്ല സാത്താൻ്റെ ഏജൻറ്റന്മാരുണ്ടെങ്കിൽ അവരതിൻ്റെ ശമ്പളം വാങ്ങിച്ചോളും. എന്നാൽ നിങ്ങളാരും അവരുടെ ഏജൻ്റ് ആകരുത്, സാത്താൻ്റെ ഏജൻ്റ് ആകരുത്. നമ്മളെ കർത്താവ് ആക്കിയിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? കർത്താവ് പറഞ്ഞിട്ടുണ്ട്, നിൻ്റെ ഒരു കൂട്ടു സഹോദരനെ തെറ്റ് ചെയ്തിട്ടുണ്ട് നിനക്ക് മനസ്സിലായെങ്കിൽ അവൻ തനിയേ ഇരിക്കുമ്പോൾ അവൻ്റെ അടുക്കൽ പോകുക. അവനോട് ക്ഷമയോടെ കണ്ണുനീരോടെ പറയുക, എൻ്റെ സഹോദര, നിന്നിൽ തെറ്റ് വന്നു പോയല്ലോ, എനിക്കതിൽ വേദനയുണ്ട്. എന്തുകൊണ്ടാണ്? ഒരു പക്ഷേ നമ്മുടെ ഈ അസ്ഥിക്ക്, ഈ വിരലിന് 3 അസ്ഥിയുണ്ട്. അപ്പം ഇവിടെ ഒരു കുറപ്പ് വന്നാലും ഈ ഭാഗത്തിന് വേദനയുണ്ടാകും, ഈ ഭാഗത്തും വേദനയുണ്ടാകും. അപ്പോൾ നമ്മുടെ പ്രിയ സഹോദരനൊരു തെറ്റ് വന്നാൽ കുറ്റം പറയാല്ല, അതിനെക്കുറിച്ചൊരു വേദനയാണ് നമുക്കുണ്ടാകുന്നത്. ഒരു വേദനയുണ്ടാകുക. ഹല്ലേലൂയ. അങ്ങനെ വേദനയുള്ളവരായി തീരുമ്പോൾ ആണ് ദീർഘക്ഷമ. എന്നെ കർത്താവ് ഇത് പഠിപ്പിക്കുവാൻ എനിക്ക് വളരെ കഷ്ടങ്ങളിൽ കൂടെ, വളരെ പ്രതികൂലങ്ങളിൽ കൂടെ കടന്നു പോകേണ്ടതായിട്ട് വന്നു. വളരെയധികം ഈ ദീർഘക്ഷമ പഠിപ്പിക്കുവാൻ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അത് വിവരിക്കുവാൻ സമയമില്ല. ദീർഘക്ഷമ പഠിപ്പിക്കുവാൻ കർത്താവ്. എന്നാൽ ഞാനും എൻ്റെ ഭാര്യയും ഇവിടെ ഇരിക്കുക ഒരു കാര്യം കർത്താവ് ദീർഘക്ഷമ പഠിപ്പിച്ചത് എങ്ങനെയാണ് എന്നുള്ളത് ഒരു ചെറിയ കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ. ഞങ്ങൾ ഉദംപൂരിൽ കർത്താവിൻ്റെ വേല ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ഇപ്പോൾ ഞാൻ ജമ്മുവിൽ താമസിക്കുന്നു, എൻ്റെ ഭാര്യ ഡൽഹിയിൽ മകളുടെ കൂടെ താമസിക്കുന്നു, എല്ലാവരും വേലയിലായിരിക്കുന്നു. ഇപ്പോൾ ഭാര്യ എൻ്റെ കൂടെ ഇവിടുത്തെ പ്രവർത്തനത്തിനായി, ഇവിടുത്തെ കേരളത്തിലെ സന്ദർശനത്തിനായി വന്നിട്ടുണ്ട്. ഞങ്ങൾ ഉദംപൂരിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഹിന്ദുക്കളിൽ നിന്നും ഗ്രാമപ്രദേശങ്ങൾ ധാരാളം പേര് വരും. അപ്പോൾ ധാരാളം പേര് വരുമ്പോൾ അവർ നടന്നാണ് വരുന്നത്. അപ്പോൾ എല്ലാ ദിവസവും ഞായറാഴ്ച അവർ യോഗം കഴിഞ്ഞ് പോകുമ്പോൾ അവർക്ക് 10-12 മൈലുകളൊക്കെ നടന്നു പോകേണ്ടത് കൊണ്ട് ഞങ്ങളുടെ ഭാര്യ രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് അവർക്കെല്ലാവരും ആഹാരം ഒരുക്കി വയ്ക്കും. വരുന്ന വിശ്വാസികൾക്കെല്ലാമല്ല, ഗ്രാമങ്ങളിൽ നിന്ന് ദൂരെ നിന്ന് വരുന്നത്. കാരണം നമ്മുടെ ബസ്സുകളൊന്നും ഇല്ലാതെ നടന്നു പോകേണ്ടതുള്ളൂ. അപ്പോൾ വെള്ളം ഞങ്ങൾ വെളുപ്പിനെ എഴുന്നേറ്റ് പിടിച്ചൊക്കെ വയ്ക്കും. എൻ്റെ ഭാര്യ 4 മണിക്ക് എഴുന്നേറ്റ് ആഹാരം എല്ലാ ഞായറാഴ്ചയും രാവിലെ എഴുന്നേറ്റ് 8 മണിക്ക് മുൻപ് ആഹാരം എല്ലാം ഒരുക്കി വയ്ക്കും. അപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥനാലയത്തിൻ്റെ തൊട്ടടുത്ത് മുസ്ലിം കുടുംബത്തിന് രക്ഷിക്കപ്പെട്ടു വന്ന ഒരു കുടുംബമുണ്ട്. അവരെ സഹായിച്ച് മുൻപോട്ടെല്ലാം കൊണ്ടുവന്ന് ഞങ്ങളിൽ കൂടെയാണ് മുൻപോട്ട് വന്നത്. എന്നാൽ ആ സഹോദരൻ കരീം എന്ന് പറഞ്ഞ സഹോദരനും ഭാര്യയും ഒരു സഭയിലെ എൽഡർ പോലെ പ്രവർത്തിക്കുന്നവരായിരുന്നു. എന്നാൽ ഒരു ഞായറാഴ്ച ആരാധന കഴിഞ്ഞ് ഞങ്ങൾ വെളിയിലോട്ട് വന്ന് നോക്കിയപ്പോൾ കരീം സഹോദരനും ഭാര്യയും തമ്മിൽ വലിയ വഴക്ക് നടക്കുകയാണ്. കരീം സഹോദരൻ്റെ കയ്യിൽ ഒരു മഴുകുണ്ട്, ഭാര്യയുടെ കയ്യിൽ ഇഷ്ടികയുണ്ട്. അവരങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ വലിയ തവണ ഞാൻ അവരെ രണ്ടുപേരെയും വിളിച്ചിട്ട് പറഞ്ഞു, ഇനി നിങ്ങൾ സഭയുടെ മുൻപിൽ വന്നിരിക്കേണ്ട, എൽഡറായിട്ടിരിക്കേണ്ട, നിങ്ങളുടെ തമ്മിലുള്ള വഴക്ക് തീർന്നിട്ട് മതി. ഇതറിഞ്ഞപ്പോൾ വേറൊരു സംഘടനക്കാർ, യൂണിയൻ ചർച്ച് എന്ന് പറഞ്ഞവർ ഇങ്ങനെ അറിഞ്ഞു. അപ്പോൾ ഇവരെങ്ങനെ ഒരു മെമ്പേഴ്സിനെ കിട്ടാനായിട്ട് അവിടെ വന്ന് അവരെ പിടിച്ചു. അപ്പോൾ അവരുടെ മെമ്പറായി തീർന്നു. അപ്പോൾ എങ്ങനെയെങ്കിലും അവരെ അവിടെ നിന്ന് ഓടിക്കണം എന്നുള്ള നിലയിലാണ് ഇവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ദിവസം
ഞങ്ങളിങ്ങനെ ഞായറാഴ്ച ആരാധന കഴിഞ്ഞ് എൻ്റെ ഭാര്യ കിച്ചണിലോട്ട് വന്ന് ആഹാരം വിളമ്പാൻ നോക്കുമ്പോൾ ഈ കരീമിൻ്റെ മകൻ ഷദ്രക്ക് എന്ന് പറയുന്ന ആൾ അവിടെയൊക്കെ കക്കൂസ് ഫ്ലഷ് ഔട്ട് അല്ലായിരുന്നു അന്ന്, ലാട്രിൻ ഓരോ ടിന്ന് വെച്ചിട്ട് അതിനിരിക്കും, അതെല്ലാം കൂടെ ലാട്രിൻ അഴുക്കെല്ലാം മലമെല്ലാം കൂടെ ഒരു ബക്കറ്റിനകത്തിട്ട് വെള്ളമെല്ലാം എടുത്തിട്ട് ഒരു ഞങ്ങളുടെ കിച്ചണിലോട്ട് മുഴുവനായിട്ട് അങ്ങ് എറിഞ്ഞു ബക്കറ്റിൽ കൂടെ. അപ്പം അവിടുള്ള വെള്ളവും ഒരുക്കിയിരുന്ന ആഹാരം മുഴുവനും അങ്ങ് മലിനമായി. അപ്പോൾ ദൂരെ നിന്ന് വന്ന സഹോദരന്മാരൊക്കെ ഉണ്ട്, അവർക്ക് ആഹാരം കൊടുക്കണം. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആ DC എന്ന് പറയുന്ന സഹോദരൻ സതീഷ് എൻ്റെ ജൂനിയറായിരുന്നു, ക്യാപ്റ്റൻ ആയിരിക്കുമ്പോൾ എൻ്റെ ജൂനിയറായിരുന്നു. എന്നാൽ അവൻ ഷോർട്ട് സർവീസ് ആയിരുന്നു. ഷോർട്ട് സർവീസ് കമ്മീഷൻ അവന് സെലക്ഷൻ കിട്ടാഞ്ഞതുകൊണ്ട് പിന്നെ അവന് IAS കൂടെ വന്ന് ഉദംപൂരിലെ കളക്ടറായിട്ടിരിക്കുകയാണ്. അപ്പോൾ അവൻ എന്നെ നല്ലോണം അറിയാം, എൻ്റെ ജൂനിയറായിരുന്നു. അവനെ എന്നെ വന്ന് കണ്ടിട്ടുമുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു സതീഷിനോടൊന്ന് പറയാം, ഇവരെ വന്നൊന്ന്, അവിടുത്തെ കളക്ടറാണ്, ഇവരെ വന്നൊന്ന് ബുദ്ധി ഉപദേശിക്കുക. ഞാനപ്പോൾ ടെലിഫോൺ കറക്റ്റ് 3 നമ്പർ കറക്കിയാൽ മതി. 1 കറക്റ്റ് ചെയ്തു, 2 കറക്കി, 3-ാമത്തെ എൻ്റെ അകത്തിൽ നിന്നൊരു ശബ്ദം, നീ ഇന്നും ക്യാപ്റ്റനാണോ അതോ കർത്താവിൻ്റെ ദാസനാണോ എന്നുള്ളൊരു ചോദ്യം എൻ്റെ മനസ്സിൽ വന്നു. പെട്ടെന്ന് ഞാൻ ആ ടെലിഫോൺ അവിടെ വെച്ചു, അവനോട് പറഞ്ഞില്ല. സ്തോത്രം പറഞ്ഞുകൊണ്ട് ആ കിച്ചണിനുള്ളതായ മലമെല്ലാം വൃത്തിയാക്കി വെളിയിൽ നിന്ന് വന്ന പ്രിയപ്പെട്ടവർക്ക് ബ്രെഡ് മേടിച്ചു കൊടുത്ത് അവരെ പറഞ്ഞു വിട്ടു. പിറ്റേ ഞായറാഴ്ച ഞങ്ങൾ പ്രാർത്ഥനയോടെ ഇരിക്കുകയാണ്, കർത്താവേ കുഴപ്പങ്ങളൊന്നും ഉണ്ടാകരുതേ, ഇവരൊന്നും ചെയ്യരുതേ എന്നിരിക്കുന്നു. പിറ്റേ ഞായറാഴ്ചയും ആഹാരം വിളമ്പാനായിട്ട് എൻ്റെ ഭാര്യ ആ നെറ്റുള്ള കതക് തുറക്കുകയും അതുപോലെ തന്നെ മുഴുവനും കൊണ്ടങ്ങ് എറിഞ്ഞു. ശാന്തമായി അന്നും ക്ലീൻ ചെയ്തു. അതിൻ്റെ അടുത്ത ആഴ്ച വ്യാഴാഴ്ച മുതൽ ഉപവാസത്തോടും പ്രാർത്ഥനയോടും ഇരിക്കുകയാണ്, എങ്ങനെയെങ്കിലും കർത്താവേ ഇനിയെങ്കിലും അവർ ചെയ്യരുത്. ആ 3-ാമത്തെ ആഴ്ചയും അങ്ങനെ തന്നെ. അപ്പോൾ എൻ്റെ ഭാര്യ ഒരിടത്ത് വന്നിരുന്നു, ഈ കർത്താവേ, ഭാര്യ ഓർക്കുന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, എൻ്റെ കർത്താവേ ഇനി എങ്ങനെയാണ് ഇവിടെ വേല ചെയ്യുന്നത്? അപ്പോൾ ഞാൻ ചോദിച്ചു, കർത്താവേ എന്താണിങ്ങനെ? അപ്പോൾ കർത്താവിനോട് പറഞ്ഞു, ഈ 2 പ്രാവശ്യവും നീ അവരോട് വഴക്കിന് പോയില്ലെങ്കിലും നിൻ്റെ ഹൃദയത്തിലൊരു കയ്പുണ്ടായിരുന്നു. കർത്താവ് പറഞ്ഞു, ആ കയ്പ് നീ മാറ്റണം. എനിക്ക് കാര്യം മനസ്സിലായി. ഞാൻ ചിരിച്ചുകൊണ്ട് ഞാൻ തന്നെ കഴുകിയിട്ട് അവരതിൻ്റെ തൊട്ടടുത്ത അവരോട് കൈകൊപ്പി ജയമസീക്കി എന്ന സ്നേഹത്തോടെ പറയാനിടയായി. അവർ ഭാര്യയും ഭർത്താവുമായി എറിഞ്ഞ മകനും കൂടെ കരഞ്ഞുകൊണ്ട് വീഴാനിടയായി. അപ്പോൾ എന്നെ ദീർഘക്ഷമ പഠിപ്പിക്കാൻ ദൈവത്തിന് എന്ത് ചെയ്യേണ്ടി വന്നു? ആ കരീമിനെയും അവൻ്റെ മകനെയും AM ശാമുവേൽ ക്യാപ്റ്റൻ ശാമുവേൽ ആണെന്ന് പറഞ്ഞ് വലിയ ബഹളത്തിൽ നടക്കുന്നവനെ ദീർഘക്ഷമ പഠിപ്പിക്കാൻ കർത്താവ് കണ്ട പരിപാടിയാണത്. ഹല്ലേലൂയ. ഞാൻ അവരോട് സ്നേഹത്തോടെ സംസാരിപ്പാനിടയായി. പ്രിയമുള്ളവരെ, ക്രിസ്തുവിൻ്റെ സ്വഭാവം നമ്മിൽ വരണം. അതിനുവേണ്ടിയാണ് ഇങ്ങനെയുള്ള എത്ര സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ദീർഘക്ഷമ പഠിപ്പിക്കുവാൻ. ഒരു പ്രാവശ്യം ഞങ്ങൾ പോയിട്ട് വന്ന് യോഗങ്ങൾക്കെല്ലാം പോയിട്ട് വന്നപ്പോൾ എനിക്ക് വിവരം കുറിച്ച് അതിനുശേഷം ഈ സംഭവം നടന്നിട്ട് ഒരു വർഷം കഴിഞ്ഞ ശേഷമാണ്. അവർ ഞങ്ങളുടെ കൂട്ടായ്മയിൽ വന്നിട്ടില്ല, എന്നാലും അവർ മറ്റവരോടുകൂടെ തന്നെ കൂട്ടായ്മയിൽ പോയിക്കൊണ്ടിരിക്കുന്നു. അവർ വേറൊരു ഗ്രൂപ്പായി മാറി. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളെ അവിടെ നിന്ന് ഓടിക്കണം എന്നുള്ള രീതിയിൽ ഞാൻ എവിടെയോ ശുശ്രൂഷയ്ക്ക് വേണ്ടി പോയിരിക്കുമ്പോൾ അവർ വന്ന് പറഞ്ഞു, മദ്രാസി നിങ്ങളിവിടുന്ന് ഇറങ്ങിപ്പോയിക്കൊള്ളണം എന്ന് പറഞ്ഞ് കഥകിനൊക്കെ തല്ലാനൊക്കെ തുടങ്ങി. അപ്പോൾ ഞാൻ മടങ്ങി വന്നപ്പോൾ എൻ്റെ ഭാര്യയും മറ്റുള്ള അവിടെയുള്ള ദാസന്മാരെല്ലാം പറഞ്ഞു, ഇവർ നമ്മളെ ഇറക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഞാൻ ക്ഷീണിച്ചു വന്ന് എനിക്ക് പെട്ടെന്നൊരു ചായ തരാൻ പറഞ്ഞു. ഞാൻ ചായ കുടിച്ചിട്ട് ഞാൻ നേരെ അവരുടെ വീട്ടിലേക്ക് പോയി. അടുത്താണ്. അവരുടെ വീട്ടിലേക്ക് പോയിട്ട് ആ സഹോദരനോടും ഭാര്യയോടും പറഞ്ഞു, നിങ്ങൾ 1 മണിക്കൂർ സമയം ഞങ്ങൾക്ക് തരികയാണെങ്കിൽ ഞങ്ങൾക്ക് ആവശ്യമുള്ള കുറച്ച് വസ്ത്രങ്ങളും അത്യാവശ്യമുള്ള കുറച്ച് കിച്ചൻ്റെ സാധനം കൂടെ ഞങ്ങൾ പാക്ക് ചെയ്തിട്ട് ഞങ്ങൾ പൊയ്ക്കൊള്ളാം. അല്ല, നിങ്ങൾക്ക് 1 മണിക്കൂർ തരാൻ സമയമില്ലെങ്കിൽ അരമണിക്കൂർ തരികയാണെങ്കിൽ ഞങ്ങൾക്ക് അത്യാവശ്യമുള്ളത് വസ്ത്രം മാത്രം എടുത്തുകൊണ്ട് പോയിക്കൊള്ളാം. അത്രയും നിങ്ങൾക്ക് തരാൻ സമയമില്ലെങ്കിൽ ഒരു സ്ഥലം ഞങ്ങൾ പോന്നു. വേദപുസ്തകം എൻ്റെ കയ്യിലുണ്ട്. എൻ്റെ ഭാര്യയും 2 കുഞ്ഞുങ്ങളും ഞങ്ങളുടെ വേദപുസ്തകം മാത്രം എടുത്തുകൊണ്ട് ഞങ്ങൾ പോവുകയാണ്. വീടും പ്രാർത്ഥനാലയവും സകലവും നിങ്ങളേറ്റുകൊള്ളാൻ പറഞ്ഞു, വരാൻ പറഞ്ഞു. എഴുന്നേരം നമുക്ക് ഞാൻ പറഞ്ഞു ഒരു മാസം സമയം ഒരു ദിവസം 1 മണിക്കൂർ സമയം തരികയാണ് ഞങ്ങൾ കുറച്ച് വസ്ത്രങ്ങളും കുറച്ച്. അവർ വിചാരിച്ചു ഞങ്ങൾ ചെന്ന് അവരോട് വഴക്കിടാൻ പോവുകയാണ് മറ്റൊരു. ഞാൻ പറഞ്ഞു, കർത്താവ് പറഞ്ഞതുപോലെ നമ്മൾ എന്ത് ചെയ്യണം?
ഞാൻ എഴുന്നേറ്റ് വാ, നിങ്ങൾക്ക് വന്ന് എടുത്തോളൂ, ഞങ്ങളിന്ന് വൈകുന്ന സമയം ഞങ്ങളിന്ന് എവിടെയെങ്കിലും റോഡിൽ കിടന്നുറങ്ങിക്കൊള്ളാം, ഞങ്ങൾക്ക് ഞങ്ങളുടെ വേദോസ്തവം മാത്രം മതി, പുസ്തകങ്ങളും വസ്ത്രങ്ങളും എല്ലാം ഇവിടെ വിട്ടേച്ച് ഞങ്ങൾ പോകാണ്, നിങ്ങളെല്ലാം ഏറ്റെടുത്തോളാൻ പറഞ്ഞു, താക്കോലും എടുത്തോളാൻ പറഞ്ഞു. ഞാൻ എഴുന്നേറ്റ് വരുമ്പോഴത്തേക്ക് ഭാര്യയും ഭർത്താവും കൂടെ മാറത്തടിച്ച് കരയാൻ തുടങ്ങി. ഇത്ര വലിയ പാപം ഞങ്ങളുടെ മേൽ വരുവാനിടയാകരുതേ എന്ന് പറയാനിടയായി. ഞാൻ പറഞ്ഞത് അവരെ അങ്ങനെ അയക്കുവാൻ കാരണമെന്താണ്? ദൈവത്തിന് അവിടെ ചില കാര്യങ്ങൾ ചെയ്യുവാനുണ്ടായിരുന്നു. ദൈവം അവരെ അനുവദിച്ചു. അപ്പോൾ നമ്മൾക്ക് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പ്രയാസങ്ങൾ, അതുപോലെ സഭയിലുള്ള പ്രയാസങ്ങൾ, അയൽവക്കത്തുള്ള പ്രയാസങ്ങൾ നമ്മളെ ദീർഘക്ഷമ പഠിപ്പിക്കാനാണ്. ഹല്ലേലൂയ. ദീർഘക്ഷമ പഠിക്കണം. ഞാൻ പെട്ടെന്ന് പറഞ്ഞു. ഇനി എനിക്ക് ഇപ്പോട്ട് വായിച്ചാൽ സ്നേഹം ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല. സ്നേഹത്തിൽ അല്പം പോലും നികളമില്ല. ചീർക്കുന്നില്ല. ഞാൻ വലിയവനാണ് എന്ന് പറഞ്ഞ് സ്നേഹമുള്ളവർ ചീർക്കുന്നില്ല. അയോഗ്യമായി നടക്കുന്നില്ല. സ്വാർത്ഥം അന്വേഷിക്കുന്നുമില്ല. സഭയിൽ സ്നേഹമുണ്ടെങ്കിൽ കർത്താവിൻ്റെ ദാസന് ഏതെങ്കിലും ഒരു ഞങ്ങളുടെ വടക്കേ ഇന്ത്യയിലെ ഞങ്ങളുടെ രീതി, ഞങ്ങളുടെ അവിടെ എല്ലാം ഈ സഭാ ഹാളുകളിൽ എല്ലാവരും ചെരുപ്പുകളെല്ലാം വേറെയാണ് വെക്കുന്നത്. എല്ലാവരും കസേരയിൽ, എല്ലാവരും താഴെയാണ് ഇരിക്കുന്നത്. പ്രായമുള്ളവർ മാത്രം താഴെ ഇരിക്കാൻ പ്രയാസമുള്ളവരിയ്ക്കും. അപ്പോൾ ചെരുപ്പ് സൂക്ഷിപ്പുകാരെല്ലാം പഠിപ്പുള്ള എഞ്ചിനീയർമാരും ഡോക്ടർമാരുടെയും ടീച്ചേഴ്സിൻ്റെയും ജോലിയാണ് പാവപ്പെട്ട സഹോദരന്മാരുടെ ചെരുപ്പ് സൂക്ഷിക്കുക. അതുപോലെ ആഹാരം വെച്ച് വിളമ്പി കൊടുക്കേണ്ടതും ആരുടെ ജോലിയാണ്? പഠിപ്പുള്ളവരും. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: സമൂഹത്തിൽ പഠിപ്പുള്ളവർക്കും ജോലിയുള്ളവരും മാനം കിട്ടുന്നുണ്ട്. നമ്മുടെ പാവപ്പെട്ട വിശ്വാസികൾ തൂപ്പുകാർക്കും തോട്ടികളായിട്ടൊരു ഒരു മാനവും കിട്ടുന്നില്ല. ദൈവസഭയിൽ അവർ നമ്മുടെ ശരീരത്തിൻ്റെ അംഗമാണ്. അതുകൊണ്ട് പഠിപ്പുള്ള നിങ്ങൾ അവിടെ വന്നാൽ നല്ല പഠിപ്പുള്ള, ചിലപ്പോൾ നല്ല പഠിപ്പുള്ള ആളുകൾ സാധാരണ വസ്ത്രം ധരിച്ച് അവിടെ നിൽക്കുന്നത് നിങ്ങളുടെ ചെരുപ്പെടുക്കാനും മറ്റൊന്നും എടുക്കാനും നിങ്ങൾക്ക് ആഹാരം പാചകം തരാനൊക്കെ ഇരിക്കും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവൻ വെറും സാധാരണക്കാരനായിരിക്കും. എന്നാൽ ആ രീതിയിലാണ് ഞങ്ങൾ വടക്കേ ഇന്ത്യയിൽ മുൻപോട്ട് പോകുന്നത്. കാരണം എല്ലാവരും ശരീരത്തിൻ്റെ അംഗങ്ങളാണ്. ഹല്ലേലൂയ. ദൈവസഭയിലേക്ക് ഒരു പാവപ്പെട്ടവൻ കടന്നു വരുമ്പോഴേക്കും അവന് ആശ്വാസം ലഭിക്കണം. ഇത് എൻ്റെ ഭവനമാണല്ലോ, എൻ്റെ ചർച്ചക്കാരുടെ ഇടയിൽ എനിക്ക് ലഭിക്കാത്തത്. ഞങ്ങളുടെ അവിടെ ഈ തിരുവത്താഴത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞങ്ങളവിടെ ചെയ്യുന്ന രീതി, ഞങ്ങളെല്ലാം ഒരു പാത്രത്തിൽ നിന്നാണ് കുടിക്കുന്നത്. അതിൻ്റെ കാരണം ഹിന്ദുക്കളുടെ ഇടയിൽ വലിയൊരു പ്രശ്നമുണ്ട്. ബ്രാഹ്മണന്മാർ മറ്റുള്ളവരിൽ നിന്ന് വെള്ളം പോലും കുടിക്കുകയില്ല. ബ്രാഹ്മണന്മാരും ക്ഷൂദ്രന്മാരും എല്ലാവിധ ജാതി. ഇവിടെ നമ്മൾ കേരളത്തിൽ ആ പ്രയാസമില്ലല്ലോ. ഞങ്ങളവിടെ ക്രിസ്ത്യാനികളെന്ന് പറഞ്ഞാൽ തോട്ടികളെന്നാണ് എണ്ണുന്നത്. അപ്പോൾ അവരെല്ലാവരെയും സ്നേഹത്തിൽ ഞാൻ പറയും, ഒരു തോട്ടി കുടിച്ചതിന് ശേഷം കുടിക്കുവാൻ താല്പര്യമുള്ളവർ മാത്രം കത്രിമേശയിൽ പങ്കുകൊണ്ടാൽ മതി എന്ന് പറയും. ഒരു തോട്ടി കുടിച്ചതിന് ശേഷം, അതുപോലെ ഒരു രോഗി, അവൻ TB രോഗമാണ്, അല്ലെങ്കിൽ അവന് ക്യാൻസറോ അല്ലെങ്കിൽ ലെപ്രസി രോഗമാണ്. നിൻ്റെ സഹോദരൻ കുടിക്കുന്നത് ലെപ്രസിയുള്ള അല്ലെങ്കിൽ കുഷ്ഠമുള്ള സഹോദരൻ കുടിച്ചതിന് ശേഷം നീ കുടിക്കുകയാണെങ്കിൽ കുഷ്ഠം വരത്തില്ല. അപ്പന് ഒരു പാത്രത്തിൽ നിന്ന് കുടിക്കുമ്പോൾ എല്ലാം ഒരു ശരീരം. ഞങ്ങളങ്ങനെ കർശനമാക്കിയിരിക്കുകയാണ്. മറ്റേത് എളുപ്പമെന്ന് കാര്യം ചെയ്യണം. ഇങ്ങനെ കർശനമായത് എന്താണ്? ഈ നിങ്ങൾക്കറിയാം, വടക്കേ ഇന്ത്യയിൽ ഇപ്പോഴും തൊട്ടുതൊടിയിലുണ്ട് വലിയൊരു കൂട്ടം. ഇതിനു മുൻപായിരുന്നെങ്കിൽ ബ്രാഹ്മണന്മാരെല്ലാം ഒരിടത്തിരിക്കും, മറ്റവരിരിക്കും. ഞാൻ പിന്നെ എല്ലാവരെയും എഴുന്നേൽപ്പിച്ച് ഇരുത്താനുള്ളതായ പരിപാടിയില്ല. ഇപ്പം ആരും അങ്ങനെ ഇരിക്കില്ല. ഇപ്പം വന്നാൽ ബ്രാഹ്മണൻ വരുന്നില്ല, എല്ലാവരും ദൈവമക്കൾ എന്നുള്ള രീതിയിൽ വന്ന് എല്ലാവരും അവരുടെ സ്ഥലങ്ങളിലിരിക്കും. അപ്പോൾ ഞാൻ നോക്കി, ഈ പ്രിയപ്പെട്ടവർക്ക്, ഈ ബ്രാഹ്മണന്മാർക്ക് മറ്റുള്ളവർ കുടിച്ചതിന് ശേഷം കുടിക്കുന്നതിനുള്ള ഞാൻ വളരെ നല്ലപോലെ കുടിക്കും. അപ്പോൾ ഞാനൊരു എൻജിനീയറോട് ചോദിച്ചു, എൻജിനീയർ ഉയർന്ന ബ്രാഹ്മണനാണ്, അവനോട് ചോദിച്ചു, നീ എന്താ ഇങ്ങനെ നല്ലോണം തുറന്ന് കുടിക്കുമെന്ന് പറഞ്ഞ്, മറ്റേ സഹോദരൻ കുടിച്ചതിൻ്റെ അവൻ്റെ വായിലുള്ളത് എന്തെങ്കിലും അവനുണ്ടെങ്കിൽ അതെൻ്റെ വായിൽ വന്നോട്ടെ. അത്ര സ്നേഹം എന്ന് പറയുന്നത്. അല്ല, ഞങ്ങളിത് കുടിച്ചതിന് ശേഷം ആ കൂട്ടായ്മ ആ പാത്രത്തെ തുടയ്ക്കുകയില്ല. എന്താണ് ആ സ്നേഹത്തെ തുടച്ച് മാറ്റാനുള്ളതല്ല. അല്ലെങ്കിൽ ഒരാൾ കുടിച്ചു കഴിഞ്ഞിട്ട് മറ്റൊരാളെന്ത് കുടിക്കും, ഞങ്ങൾ ആ തുടയ്ക്കാൻ പോലും അനുവദിക്കുകയില്ല.
എന്താണ്? തുടച്ചിട്ട് കുടിക്കേണ്ട, അല്ലാത്തൊരു എടുത്താൽ മതി. കാരണം ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന, ഇവിടെയാണെങ്കിൽ നിങ്ങളെല്ലാവരും അങ്ങനെ ഉയർന്ന ജാതി മറ്റുള്ളതെന്നുള്ള അത് നിങ്ങളുടെ സാഹചര്യം പോലെ ചെയ്യുന്നതിന് എനിക്കതിനെതിരില്ല. എന്നാൽ ഞങ്ങളുടെ അവിടെ കർശനമാണിത്. ഒരു സഭയിലും 2 കപ്പ് പാടില്ല, 1 പാടുള്ളൂ. കൂടുതൽ ആളുകളുണ്ടെങ്കിൽ 2 3 ആകാം. കാരണം എല്ലാവരും കുടിക്കാൻ. കാരണം എന്താണ്? ആ കൂട്ടായ്മ. ഞാൻ എൻ്റെ സഹോദരനുമായിട്ടുള്ള കൂട്ടായ്മ. അവൻ ഉയർന്ന ജാതിയാണോ, അവൻ താണ ജാതിയാണോ, അവന് രോഗിയാണോ, അതൊന്നുമല്ല ചിന്തി. എൻ്റെ ശരീരമാകുന്ന അത് വെറും നാമധേയ രീതിയിലല്ല. അപ്പോൾ അങ്ങനെ താല്പര്യമുള്ളവർ മാത്രമേ കർത്തൃമേശയിൽ പങ്കെടുക്കുകയുള്ളൂ. കാരണം കർത്തൃമേശയിൽ കൂടെ നമ്മുടെ വിശുദ്ധി മാത്രമല്ല, തമ്മിലുള്ള സ്നേഹം കൂടെ വെളിപ്പെടുവാനിടയാകണം. ഹല്ലേലൂയ. അങ്ങനെ സ്നേഹം എന്ത് ചെയ്യുന്നില്ല? സ്പർദ്ധിക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല. സ്നേഹം ഒരു കാലത്തും സഭയിൽ ഒരു സ്ഥാനം അന്വേഷിക്കുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. സഭയിലോ സംഘടനയിലോ ഒരു സ്ഥാനം അപേക്ഷിക്കുകയില്ല. സ്തോത്രം. സ്നേഹം ഒരു സ്ഥാനത്തിനും ആഗ്രഹമില്ല. എൻ്റെ സഹോദരൻ പോകട്ടെ, എൻ്റെ അടുത്ത സഹോദരൻ പോകട്ടെ, എൻ്റെ അടുത്ത സഹോദരൻ പോകട്ടെ, മറ്റവന് ലഭിക്കട്ടെ. വായിച്ചാട്ട്. ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നതിൽ ഏതെങ്കിലും തെറ്റ് ചെയ്താൽ അത് അടുത്ത ആഴ്ചയിലോ അതിൻ്റെ അടുത്ത ആഴ്ചയിലൊക്കെ ഓർത്തിരിക്കാൻ സമയമില്ല. സ്നേഹം സകലത്തെയും എന്ത് ചെയ്യുന്നു? മറക്കുന്നു. എൻ്റെ പ്രിയ സഹോദരൻ അറിയാതെ പറഞ്ഞുപോയി. ഞങ്ങളവിടെ ഞാൻ പഠിപ്പിക്കുന്നത്, ഏതെങ്കിലും സഹോദരൻ പോകുന്ന വഴി മറ്റേ സഹോദരൻ കണ്ടിട്ട് മിണ്ടാതെ പോയെങ്കിൽ നീ ഓടിച്ചെന്ന് ആ സഹോദരൻ്റെ മുമ്പിൽ ചെന്ന് നിൽക്കണം. നീ നിന്നിട്ട് ആ സഹോദരൻ്റെ കൈപിടിച്ച്, സഹോദര, നീ എന്നെ കണ്ടിട്ട് അങ്ങ് ചിരിക്കാതെ പോയത് എന്താ, ഏതോ കുഴപ്പമുണ്ട്, എന്നോട് ക്ഷമിക്കുക, നമുക്ക് കാര്യം തീർക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും ചുംബനം ചെയ്ത് കരഞ്ഞിട്ട്, സ്നേഹത്തോടെ കരഞ്ഞിട്ട് പോകാനിടയാവും. ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനൊരു ബാലനായിരിക്കുമ്പോൾ എൻ്റെ മാതാവും പിതാവും അവരൊക്കെ ചന്തയിലൊക്കെ പോകുമ്പോഴും ശോശാമ്മയോ അന്നാമ്മയോ അല്ലെങ്കിൽ ചാക്കോച്ചനോ മത്തായിസകനോ തമ്മിൽ കാണുമ്പോൾ സ്തോത്രം പറയും മാത്രം കെട്ടിപ്പിടിച്ച് ചുംബനം ചെയ്ത് അവർ രണ്ടുപേരുടെയും കണ്ണുകൾ നിറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ഹല്ലേലൂയ പറയുക മാത്രമല്ല, ആ സ്നേഹം, തമ്മിലുള്ള സ്നേഹം. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തെ അറിയുന്നു, ദൈവം അവനിൽ വസിക്കുന്നു. ഹല്ലേലൂയ. നമ്മൾ വേരൂന്നി നിൽക്കേണ്ടത് സ്നേഹത്തിലാണ്. കീഴ്പോട്ട് വായിച്ചാൽ, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു, എല്ലാം പൊറുക്കുന്നു. കൂട്ടു സഹോദരൻ എന്തെല്ലാം പറഞ്ഞാലും എന്തെല്ലാം ചെയ്താലും എൻ്റെ സഹോദരൻ അതറിയാതെ ഏതോ ഒരു പക്ഷേ വീട്ടിൽ അവൻ ഏതെങ്കിലും ഒന്ന് പറഞ്ഞെങ്കിൽ ഒരു പക്ഷേ വീട്ടിൽ അവൻ്റെ ഭാര്യയുമായിട്ട് എന്തെങ്കിലും പ്രയാസം ഉണ്ടായിട്ടായിരിക്കും വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് എൻ്റെ സഹോദരൻ അങ്ങനെ പറഞ്ഞത്. സാരമില്ല, ഞാൻ അല്പം കഴിഞ്ഞിട്ട്, സഹോദര, എന്താ ഇത്ര ചൂടായി സംസാരിച്ചത്, എന്താ ഇത്ര സ്നേഹത്തോടെ സംസാരിച്ചത്, ആ കൈ തന്നപ്പോൾ അത്ര ചൂട് അനുഭവിച്ചില്ലല്ലോ, എന്താണ് അങ്ങനെ തോന്നിയത്, വെറുതെ എന്ന് തോന്നിയപ്പോൾ ആ സഹോദരനെ വീണ്ടും ചെന്ന് കണ്ട് എന്ത് ചെയ്യണം? സ്നേഹം, ആ സ്നേഹത്തെ പുതുക്കിക്കൊണ്ട് പോകണം. അത് കഴിഞ്ഞിട്ട് എല്ലാം വിശ്വസിക്കുന്നു. സ്തോത്രം. ഒരു സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ വന്നു കഴിഞ്ഞാൽ മറ്റൊരു പറഞ്ഞതെല്ലാം എന്ത് വിശ്വസിക്കും. അതിൻ്റെ പുറത്ത് അത് ശരിയാണോ തെറ്റാണോ എന്ന് ചോദിക്കാൻ പോകയില്ല. മറ്റേത്, അവൻ എന്നെ പറഞ്ഞ് കളിപ്പിച്ചാണോ, അങ്ങനെ കളിപ്പിച്ചായിക്കോട്ടെ, സാരമില്ല, എൻ്റെ സഹോദരൻ പറഞ്ഞത് ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ സഹോദരി പറഞ്ഞത് ഞാൻ വിശ്വസിക്കുന്നു. സ്നേഹമല്ല. അതിലേതെങ്കിലും തെറ്റായിപ്പോയെങ്കിൽ ക്ഷമിപ്പാൻ ഞാൻ ഒരുക്കമാണ്. കാരണം 490 പ്രാവശ്യം എന്ത് ചെയ്യണം? ഒരു ദിവസം തന്നെ ക്ഷമിക്കണം. ഒരു ദിവസം തന്നെ എത്ര പ്രാവശ്യം ക്ഷമിക്കണം പറഞ്ഞാട്ട്? 490 പ്രാവശ്യം ഒരു ദിവസം ക്ഷമിക്കണം. അങ്ങനെ വരെ ക്ഷമിക്കേണ്ട ആവശ്യം വരുന്നുണ്ടോ നിങ്ങൾ പറഞ്ഞാട്ട്? 490 പ്രാവശ്യം തെറ്റ് ചെയ്യുന്ന വല്ലവരും ഉണ്ടോ? ഇല്ല. ഒരു ദിവസം 490 പ്രാവശ്യം ചെയ്തില്ല. അപ്പോൾ അതിൻ്റെ പറഞ്ഞ അർത്ഥം എന്താ? നമ്മുടെ പ്രിയ സഹോദരനോ സഹോദരി എന്ത് പറഞ്ഞാലും നമ്മൾ എന്ത് ചെയ്യണം? ക്രിസ്തുവിൻ്റെ ശരീരമായി അവരെ എണ്ണിക്കൊണ്ട് അവരോട് ക്ഷമിക്കണം. എല്ലാം പ്രത്യാശിക്കുന്നു. ഹല്ലേലൂയ. എല്ലാം സഹിക്കുന്നു. പ്രിയമുള്ളവരെ, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, നമുക്ക് സ്നേഹമെന്ന് പറയുന്നത് അഗാപ്പേ സ്നേഹമുണ്ട്, ഫിലേയോ സ്നേഹമുണ്ട്, ഇറോസ് എന്ന് പറഞ്ഞാൽ ലൈംഗികമായ സ്നേഹം, ഫിലേയോ സഹോദര സ്നേഹം. അതെല്ലാം ഒരു ചെറിയ ബക്കറ്റിലോ ഗ്ലാസ്സിലോ ഉള്ള സ്നേഹമാണ്. ഓരോ ചെറിയ ബക്കറ്റിനകത്ത് വെള്ളം കൊണ്ട് നടക്കുന്നത് പോലെ നമ്മൾക്ക് വേണ്ടി കുടിക്കുന്നതാണ്. എന്നാൽ അഗാപ്പേ സ്നേഹം എന്ന് പറഞ്ഞാൽ സമുദ്രത്തിലെ അനുഭവമാണ്.
ഹല്ലേലൂയ. എൻ്റെ സ്നേഹം എൻ്റേതെന്നുള്ളത് പൂർണ്ണമായി മാറി സമുദ്രത്തിൽ നാം നീന്തി കളിക്കുന്നത് പോലെയുള്ള ആഴമായ അനുഭവമാണ് അഗാപ്പേ സ്നേഹം. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന അപ്രകാരമാണ്. വായിച്ചാൽ ആ ആ ആ ആ പ്രിയമുള്ളവരെ, നമ്മൾ ഇതിനു മുൻപ് ശിശുക്കളെ പോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ കോപിക്കുന്നവരൊക്കെ ആയിരുന്നു. എന്നാൽ കർത്താവിൻ്റെ മണവാട്ടിയോ തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. ഹല്ലേലൂയ. തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. സ്തോത്രം. ഇപ്പോൾ നാം പ്രായപൂർത്തിയായവരായി തീർന്നിരിക്കുകയാണ്. എത്രയും വേഗം പ്രായപൂർത്തിയായിക്കൊള്ളണം. ഇനി സമയം അധികമില്ല. ആ സ്നേഹത്തിൽ തികഞ്ഞവരായി തീരണം. തൃശ്ശൂരുള്ള ദൈവജനമേ, നമുക്ക് ഇന്ന് അത്യാവശ്യമായിരിക്കുന്നത് എല്ലാവരും തമ്മിലുള്ള ആ സ്നേഹത്തിൽ തികഞ്ഞവരായി തീരുക. ആ സ്നേഹത്താൽ തികഞ്ഞവരായി തീരണം. ആ ആ ആ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. എന്നാൽ ഇതിൽ വലിയതോ സ്നേഹം തന്നെ. സമയത്തെ നോക്കി ഞാൻ പെട്ടെന്ന് നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 35 മുതൽ ഉള്ള വാക്യങ്ങൾ വായിക്കാം. റോമാലേഖനം 8:30 റോമൻസ് 8:35-39. ശരിയാണ് പാസ്റ്റർ വായിക്കുന്നത്. 8:35 മുതൽ 39 വരെ. റോമൻസ് 8:35-39. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കുന്നല്ല എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. എല്ലാവരും ശ്രദ്ധിക്കണേ. പലപ്പോഴും നാം അറിയാതെ എന്നെ വേർപിരിക്കുന്ന ചിന്തിച്ചു പോകും. എന്നാൽ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നാം എല്ലാവരും ഒന്നിച്ച് ഒരു ശരീരമായി യോജിപ്പിക്കപ്പെട്ട് ക്രിസ്തുവിന് മുൻപാകെ നിൽക്കുകയാണ്. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നതാർ? കഷ്ടതയോ നിന്റെ നിമിത്തം ഞങ്ങളെ ഇടവിടാതെ കൊല്ലുന്നു. നിങ്ങൾ ശ്രദ്ധിക്കണേ. എനിക്ക് ഒരു ചങ്ങല ഇവിടെ കൊണ്ടുവരുവാൻ കഴിയാതെ പോയി. ഞാൻ ചിന്തിച്ചതായിരുന്നു, എന്നാൽ അതിനുള്ളതായ സാഹചര്യം ഉണ്ടായില്ല, സമയവും ലഭിച്ചില്ല. ചങ്ങല ഒരു ചെയിൻ പോലുള്ളത് നിങ്ങൾ പട്ടിയെ ഇടാനും ഒക്കെ കാണുന്നുണ്ടല്ലോ. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ. അത് കണ്ണികളായിട്ട് എന്ത് ചെയ്താണ്? തമ്മിൽ യോജിപ്പിച്ചിരിക്കുകയാണ്. ഇവിടെ കഷ്ടതയുള്ള കാര്യം പറയുന്നു. അതിൽ ഏതെങ്കിലും ഒരു കണ്ണിയിൽ ഏതെങ്കിലും ഒരു ബലം വന്നാൽ മറ്റുള്ള കണ്ണികൾക്കെല്ലാം അത് അനുഭവമാണ്. അല്ലേ? ആണോ? ഏതെങ്കിലും ഒരു അതുപോലെ പ്രിയ സഹോദരി സഹോദരന്മാരെ, കർത്താവിൻ്റെ സഭയാകുന്ന ശരീരത്തിൽ എവിടെങ്കിലും സാത്താൻ ആക്രമിച്ചാൽ ആ വേദന സഭയിലുള്ള എല്ലാവർക്കും അനുഭവമാകണം. സ്തോത്രം. മനസ്സിലാകണം എവിടെ ഒരു വലിവ് ഉണ്ടാകുന്നുണ്ട്. ഉടനെ പാസ്റ്ററോട് ഫോൺ ചെയ്ത്, ഇപ്പോൾ മൊബൈലൊക്കെ ഉണ്ടല്ലോ, പാസ്റ്ററെ എനിക്ക് തോന്നുന്നു എവിടെയോ നമ്മുടെ സഭയിൽ എവിടെയോ ഒരു ചെറിയ വലിവ് പോലെ ഉണ്ട്. അപ്പോൾ പാസ്റ്റർ പറയും, തോമാച്ചൻ്റെ വീട്ടിൽ ഇച്ചിരി പ്രയാസമായിരിക്കുന്നു. ഹല്ലേലൂയ. തോമാച്ചൻ പറയാതെ ആ സ്നേഹ ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എന്ത് ചെയ്യുന്നു? തമ്മിൽ ആ സ്നേഹമാണ് നമ്മൾക്ക് വേണ്ടിയത്. ഞാൻ ചൈനയിൽ ദൈവമക്കളുടെ ഇടയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ സ്നേഹം അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. അതെല്ലാം വിവരിച്ച് പറയാൻ സമയമില്ല. ഇന്നും അവർ ആ സ്നേഹത്തിൻ്റെ ആഴങ്ങളിൽ നിൽക്കുന്നു. സ്തോത്രം. ആദിമകാല വിശുദ്ധന്മാരെല്ലാവരും ആ സ്നേഹത്തെ അനുഭവിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഒരു സഹോദരൻ പറയുന്നതിന് മുൻപേ നാം അന്യോന്യം ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട്, ഇതിനു മുൻപ് നമ്മൾ ഫിലയോ സ്നേഹം, ആ കുടുംബസ്നേഹം, അതിൽ നിന്നെല്ലാം മാറി ഇപ്പോൾ ഭാര്യ ഭർത്താക്കന്മാരെല്ലാം
ആ ഭാര്യ ഭർത്താക്കുന്നുള്ള ബന്ധം മാറിയിട്ട് ഓരോ ദൈവമക്കൾ തമ്മിൽ അങ്ങ് എന്ത് ചെയ്യുകയാണ്, യോജിക്കുകയാണ്. ഞാൻ പെട്ടെന്ന് ഞങ്ങളെ കൊണ്ടുവരുവാൻ സമയം ലഭിച്ചില്ല എങ്കിലും പെട്ടെന്ന് നിങ്ങളിനോട് ശ്രദ്ധിച്ചാൽ നിങ്ങൾ കാണുവാൻ കഴിയും. ഇപ്പോൾ നമ്മൾക്ക് ഭാര്യയും ഭർത്താവും അപ്പനും അമ്മയും തമ്മിലുള്ള ഈ സ്നേഹം, ഈ ചങ്ങല നമുക്കറിയാം. എന്നാൽ വാസ്തവമായ സ്നേഹം എന്ന് പറയുന്നത് ക്രിസ്തുവിൽ കൂടെയുള്ള സ്നേഹമാണ്. ഈ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ അന്യോന്യം യോജിച്ചിരിക്കുകയാണ്. ഈ ചങ്ങലയെന്ന് പറയുന്നത് ഒട്ടിച്ചു വച്ചിരിക്കില്ല, ഒന്ന് വേറൊന്നിനകത്ത് വന്ന് അങ്ങനെ യോജിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ തോമാച്ചൻ്റെ ഫാമിലിയിൽ നിന്ന് കർത്താവ് തോമാച്ചനെ കൊണ്ടുവരികയാണെങ്കിൽ, ഇത് തോമാച്ചനും ഭാര്യയും 3 മക്കളും, അതിൽ തോമാച്ചൻ്റെ ഒരു മകൻ കർത്താവിങ്കിലേക്ക് വന്നു. അപ്പോൾ ഇവിടുന്ന് മാറി ആ മകൻ പിന്നെ എവിടെയാണ് വന്നിരിക്കുന്നത്? ഇവിടെ വന്നിരിക്കുകയാണ്. എന്നാൽ അവൻ്റെ നിറം അതല്ല, വാസ്തവമായി ചുവന്ന നിറമാണ്. അതിനെ കാണിക്കുന്നതിന് വേണ്ടിയാണ് ആ നിറം കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സ്നേഹത്തിൽ നിന്ന് മാറിയിട്ടാണ് ഈ നിത്യ സ്നേഹത്തിലേക്ക് വന്നിരിക്കുന്നത്. അതിനുശേഷം വേറൊരു വിശ്വാസി വന്നു, അവനോട് ചിന്തിച്ചു. പിന്നെ വേറൊരു വിശ്വാസി വന്നു. പിന്നാണ് തോമാച്ചൻ്റെ അപ്പൻ രക്ഷിക്കപ്പെട്ടു വരുന്നത്. അപ്പോൾ തോമാച്ചൻ്റെ അപ്പനും ഇവിടെ വന്നു ചേരുവാനിടയായി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ, ആദ്യമേ നമ്മുടെ ഉള്ളതായ സ്നേഹബന്ധം എന്ന് പറയുന്നതിനേക്കാൾ നിത്യമായ സ്നേഹബന്ധം എന്താണ്? അഗാപ്പേ സ്നേഹം. അപ്പോൾ ദൈവം ഈ സ്നേഹത്തെ തകർത്തിട്ട് ഈ സ്നേഹമാണ് നൽകുവാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ വരുമ്പോഴാണ് നമുക്കെല്ലാം എല്ലാവരുടെയും സ്വന്തമായിട്ട് എണ്ണുവാൻ കഴിയുന്നത്. ആ അനുഭവം ആദിമകാലത്ത് വിശുദ്ധന്മാരുടെ മുൻപിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് തങ്ങൾക്കുള്ള വസ്തുക്കളെല്ലാം വിറ്റേച്ച് എന്ത് ചെയ്തത്? അവർ കൊണ്ട് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചത്. ഇന്ന് മറ്റുള്ളവരുടെ വസ്തുക്കളെല്ലാം വിറ്റേച്ച് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ കൊണ്ടുവന്നാൽ എല്ലാവരും കൂടെ പിടിച്ചുപറിയായിരിക്കും. എന്നാൽ വാസ്തവത്തിൽ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ വന്നു കഴിഞ്ഞാൽ വിറ്റേച്ചൊരു 10 ലക്ഷം രൂപ കൊണ്ടുവന്നാലും ചിലപ്പോൾ ഒരു മാസം മുഴുവനും ആരും ഒരു ഭാഗം പോലും എടുക്കുകയില്ലായിരിക്കും. കാരണം എൻ്റെ അടുത്ത സഹോദരൻ എടുത്തുകൊള്ളട്ടെ. ഞാൻ ഒരു കഥ പറഞ്ഞത്, സഹോദരന്മാരുടെ സ്നേഹത്തെക്കുറിച്ച് ഒരു കഥ പറഞ്ഞത് ഞാനിങ്ങനെ ഓർക്കുന്നുണ്ട്. ഒരാൾ പറഞ്ഞത് ഞാൻ കേട്ടതാണ്. ഒരു പിതാവിന് 2 മക്കളുണ്ടായിരുന്നു. ആ പിതാവ് മരിക്കുമ്പോൾ പറഞ്ഞു, മക്കളെ, നിങ്ങൾ 2 സഹോദരന്മാരും തമ്മിൽ പൂർണ്ണമായി സ്നേഹിച്ചു കൊള്ളണം. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നതായി കാണും. അപ്പോൾ അത് സഹോദര സ്നേഹമാണ്. അപ്പോൾ ഒരു പ്രാവശ്യം അവരുടെ കൊയ്ത്തിന്, അവരുടെ കൃഷിക്ക് വളരെ നഷ്ടമുണ്ടായി. അപ്പോൾ കൊയ്ത്തപ്പോൾ വളരെ കുറച്ചേ കിട്ടിയുള്ളൂ. അപ്പോൾ ചാക്കോച്ചൻ, മൂത്ത സഹോദരൻ്റെ പേര് ചാക്കോച്ചൻ, ഇളയത് തോമാച്ചൻ. ചാക്കോച്ചൻ ചിന്തിക്കുകയാണ്, എൻ്റെ സഹോദരൻ, 2 പേരും 2 വീടുകളിലാണ് താമസിക്കുന്നത്, 2 വയലാണ്. എൻ്റെ സഹോദരൻ തോമാച്ചന് ഒരു പക്ഷെങ്കിൽ വളരെ കുറച്ച് നെല്ല് കിട്ടിക്കാണത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ രഹസ്യമായി എൻ്റെ കറ്റകളിൽ കുറച്ചെടുത്ത് രഹസ്യമായി അവിടെ കൊണ്ടിട്ടേക്കാം. അവനറിയാതെ അവന് കൊണ്ടിട്ടേക്കാം. കാരണം എൻ്റെ സഹോദരൻ ചാക്കോച്ചന് ഈ പ്രയാസം ഉണ്ടാകരുത്. അപ്പോൾ തോമാച്ചനും ചിന്തിക്കുകയാണ്, എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ ഒരു പക്ഷേ പ്രയാസം ഉണ്ടാകില്ല, അവന് കുഴപ്പമുണ്ടാകരുത്. അപ്പം 2 പേരും ചാക്കോച്ചൻ രാത്രിയിൽ എഴുന്നേറ്റ് ആരും അറിയാതെ കൊയ്തെടുത്തു നിന്ന് കറ്റ എടുത്തുകൊണ്ട് മറ്റെടുത്ത് കൊണ്ടിടുക. അതുപോലെ തോമാച്ചന് ഇവിടുന്ന് എടുത്ത് മറ്റെടുത്ത് കൊണ്ടിടുക. രാത്രിയാണ് അങ്ങോട്ട് ചെന്നാൽ ഒരു പ്രാവശ്യം അവർ 2 കൂടെ കൂട്ടിമുട്ടിയപ്പോൾ അവനോട് ചോദിച്ചു, നീ എങ്ങോട്ട് കൊണ്ടുപോവാ? ഞാൻ ആ ചായൻ്റെ കണ്ടത്തിലേക്ക് കൊണ്ടുപോവാ. ഞാൻ നിൻ്റെ കണ്ടത്തിലേക്ക്. 2 പേരും കൂടെ കെട്ടിച്ചുംബനം ചെയ്ത് ഫിലയോ സ്നേഹത്തിന്, അഥവാ സഹോദര സ്നേഹത്തിന് ഇത്രയും ആഴമുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിന് എത്ര ആഴമുണ്ട്. ഹല്ലേലൂയ. നമ്മൾ ചർച്ച് ഓഫ് ഗോഡെന്നോ IPC എന്നോ ഷാരോനോ എന്ന് ചിന്തിക്കാതെ നമ്മുടെ ആ സ്നേഹത്തിൻ്റെ കണ്ണി തുടങ്ങുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ, പിതാവാകുന്ന ദൈവത്തിൽ കൂടെ അങ്ങനെ തുടങ്ങി മുറ്റും അങ്ങനെ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. പ്രിയ ദൈവജനമേ, ഞാൻ നിങ്ങളുടെ മധ്യത്തിൽ യാത്രയാകുന്നതിന് മുൻപായി ഞാൻ നിങ്ങളുടെ കർത്താവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നത്, എന്തു വന്നാലും ഞങ്ങളിനി തമ്മിൽ സ്നേഹിക്കും.
ഞങ്ങളിനി തമ്മിൽ സ്നേഹിക്കും. IPC എന്നോ ചർച്ച് ഓഫ് ഗോഡ് എന്നോ ഷാരോനോ എന്നുള്ളത് വ്യത്യാസം വയ്ക്കാതെ, കക്ഷി വൈരാഗ്യങ്ങളൊന്നുമില്ലാതെ നാം ഒരു പാട്ട് പാടാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ രാജ്യം ഭക്ഷണമോ അല്ല. ആ പാട്ട് പാടി നമുക്ക് ഇന്നത്തെ ആരാധിക്കാം. അപ്പോൾ പാട്ട് പാടുന്നതിന് മുമ്പേ അല്പനേരം നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. ഞാൻ പെട്ടെന്ന് നിർത്തുന്നത് ആത്മാവിൽ ആരാധിക്കുവാൻ അല്പസമയം ലഭിക്കുന്നതിന് വേണ്ടിയാണ്. കാരണം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ആത്മാവിൽ ആ കാര്യങ്ങൾ നല്ലവണ്ണം മനസ്സിലാകുവാൻ ഇടയാകുന്നതിന് വേണ്ടി അല്പസമയം നമുക്ക് പ്രാർത്ഥിക്കാം. തന്നെ നിന്നുകൊണ്ട് ഒരപ്പൻ്റെ മക്കളായി, ഒരു ശരീരത്തിൻ്റെ അംശികളായി പ്രവർത്തിപ്പാനുള്ള സമയം ഏറ്റവും വൈകിയിരിക്കുന്നു. ആകയാൽ ഇന്ന് ദൈവസഭയ്ക്ക് അത്യാവശ്യമുള്ളത് കർത്താവ് നമ്മളെ അറിയിച്ചു കഴിഞ്ഞു. ഏക ശരീരമായി വെളിപ്പെടുക. തൃശ്ശൂരുള്ള ജനമേ, ഇനി നമുക്ക് അടുത്ത വർഷം കണ്ടുമുട്ടുമോ എന്ന് പറയുവാൻ കഴിയുകയില്ല. കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. ഞാൻ നിങ്ങളോട് കൂപ്പുകൈകളോടെ അപേക്ഷിക്കുന്നത്, നിങ്ങൾ ചർച്ച് ഓഫ് ഗോഡ് ആയാലും IPC ആയാലും അസംബ്ലീസ് ഓഫ് ഗോഡ് ആയാലും ഷാരോൻ ആയാലും ഇൻഡിപെൻഡൻ്റ് ആയാലും തൃശ്ശൂരിലെ ദൈവസഭകൾ ഒന്നിച്ച് ഒരു ശരീരമായി കാണപ്പെടുവാനിടയാകട്ടെ. അങ്ങനെ ലോകം അറിയട്ടെ നാം ദൈവത്തിൻ്റെ കർത്താവിൻ്റെ ശിഷ്യന്മാരെന്ന്. ഈ യോഗങ്ങളുടെ ചെലവിന് വേണ്ടി ആർക്കെങ്കിലും ഏതെങ്കിലും അർപ്പിപ്പാൻ, സ്വമേധ അർപ്പിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ പുറകിൽ പെട്ടിവെച്ചിട്ടുണ്ട്, അതിൽ നിങ്ങൾക്കിടാവുന്നതാണ്. ഈ കർത്താവിൻ്റെ ദാസൻ പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ ശേഷം നിങ്ങൾ ആർക്കെങ്കിലും പ്രാർത്ഥന ആവശ്യമെങ്കിൽ, നിങ്ങൾ കഷ്ടങ്ങളിൽ കൂടെ കടന്നു പോവുകയാണ്, ഒന്നുകൂടെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, ഏതെങ്കിലും പിന്മാറ്റ അനുഭവത്തിലാണ്, പ്രാർത്ഥന ആവശ്യപ്പെടുന്നെങ്കിൽ ഞാനിവിടെ ഇരിക്കുന്നുണ്ടായിരിക്കും, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നു. ഈ രാത്രി വരെയും ഞങ്ങൾ അവിടുത്തെ സന്നിധിയിലിരുന്നു. കർത്താവെ, ഞങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിക്കുവാൻ ഇടയാക്കിയതോർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾ തമ്മിൽ സ്നേഹിക്കുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയുമെന്ന് കർത്താവെ അങ്ങ് പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടെന്നേ. ഞങ്ങൾ പരസ്പരം സ്നേഹിക്കുവാൻ, ഞങ്ങളെ കർത്താവെ പരസ്പരം കരുതുവാൻ, ഞങ്ങൾ പരസ്പരം ബഹുമാനിപ്പാൻ, കർത്താവെ ഞങ്ങൾ ഒരു ശരീരമായി വെളിപ്പെടുവാൻ ഇടയാക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അങ്ങയുടെ ദാസൻ കുടുംബമായി കടന്നു വന്നു. കർത്താവെ ഒരു ടീമായി കടന്നു വന്നു. ഈ ദിവസങ്ങളൊക്കെയും വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഞങ്ങളെ കൊണ്ടുപോയതോർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളിവിടെ പഠിച്ചതൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ കർത്താവ് സഹായിക്കണമേ. അവിടുത്തെ സ്വഭാവം ഞങ്ങൾ വിളങ്ങേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇവിടെയുള്ള ദൈവമക്കൾ, ഇവിടെയുള്ള ദൈവദാസന്മാരെല്ലാം ഐക്യമായി നിന്ന് അങ്ങയുടെ നാമം ഉയർത്തുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവമേ, കടന്നു വന്ന എല്ലാവരെയും നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. അനുഗ്രഹത്തോടെ അയക്കണമേ കർത്താവെ. അങ്ങയുടെ ദാസനെ വീണ്ടും കരങ്ങളിൽ ഉപയോഗിക്കണമേ. അടുത്ത ദിവസങ്ങളിൽ എറണാകുളത്തും അതുപോലെ പള്ളിപ്പാടും നടക്കാൻ പോകുന്ന ആ ക്ലാസ്സുകളെല്ലാം അനുഗ്രഹമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സ്തോത്രം 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 സ്തോത്രം. എല്ലാ നല്ല ദാനങ്ങൾക്കായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ചതുകൊണ്ട് സ്തോത്രം. ഈ ബൈബിൾ ക്ലാസ്സിൻ്റെ പിന്നിൽ അധ്വാനിച്ചവരുണ്ട്, അവരെയൊക്കെയും കരങ്ങളേൽപ്പിക്കുന്നു. കർത്താവെ, ഇത്രത്തോളം ഈ ക്ലാസ് അനുഗ്രഹമാക്കി തീർത്ത കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. മഹത്വവും പുകഴ്ചയും സ്തുതിയും ബഹുമാനവും എല്ലാം അങ്ങേക്ക് അർപ്പിക്കുന്നു. ഞങ്ങൾക്ക് ആ ജീവൻ നൽകിയ രക്ഷിതാവിൻ്റെ പരിശുദ്ധ നാമത്തിൽ വിനയമായി അപേക്ഷിക്കുന്നു. കേൾക്കണമേ സ്വർഗസ്ഥ പിതാവേ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് നമ്മെ വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ നിരന്തരമായ സഹവാസം കൂട്ടായ്മയും നമ്മോട് എവരോട് കൂടിയും എല്ലാ വിശുദ്ധന്മാരോട് കൂടെയും യേശു കർത്താവിൻ്റെ വരവരെയും കാക്കുമാറാകട്ടെ. കർത്താവായ യേശു മുഖാന്തരം നമുക്ക് ജയം നൽകിയ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ കർത്താവേ. ആമേൻ, ആമേൻ.